വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പുതിയ വെളിപ്പാടുകളിലേക്ക് നയിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2 കൊറിന്തോസ് അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാഴ്ചയാലല്ലാത്ത ഒരു ജീവിതം ഉണ്ട് എന്ന് ഇതാ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൃശ്യമായ കണ്ണുകൊണ്ട് കാണാത്ത കാഴ്ചയാലല്ലാത്ത ഒരു യാത്രയുണ്ട്. ഈ യാത്രയെക്കുറിച്ച്, ഈ വെളിപ്പാടിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ സമൂഹത്തിന് മേൽ വ്യാപരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ഇവിടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മനസ്സിൻ്റെ അന്ധതകൾ മാറട്ടെ, മനസ്സിൽ വ്യാപരിക്കുന്ന തിന്മയുടെ വ്യാപാര ശക്തികൾ ഉറ്റമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൽ പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം കാഴ്ചയും കാഴ്ചപ്പാടും എന്നതിനെ കുറിച്ചാണ്. എന്താണ് കാഴ്ച, എന്താണ് കാഴ്ചപ്പാട്? ഏതിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത്? കാഴ്ചയും കാഴ്ചപ്പാടും. കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ദൃശ്യമായ കാഴ്ചപ്പാട്, അതാണ് കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണാത്ത കാര്യങ്ങൾ, നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാത്ത കാര്യങ്ങളുണ്ട്. അതാണ് ആത്മമണ്ഡലം എന്ന് പറയുന്നത്. അതാണ് അദൃശ്യ മണ്ഡലം എന്ന് പറയുന്നത്. അതാണ് അത് കാണണമെങ്കിൽ നമുക്കൊരു ആത്മീയ കണ്ണ് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ അവയെ ആത്മീയ മണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനെ കാണുവാൻ നമുക്ക് സാധിക്കുക. ദൃശ്യമായ മണ്ഡലത്തിനപ്പുറത്ത് അദൃശ്യമായ ഒരു മണ്ഡലമുണ്ട്. അതിനെ കാണണമെങ്കിൽ നമുക്ക് ആത്മീയ കണ്ണ് തുറക്കപ്പെടണം. നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് അദൃശ്യമായ ആത്മമണ്ഡലത്തെ, ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ
ഒക്കെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെയാണ് വിശ്വാസത്തിൻ്റെ കണ്ണ് എന്ന് പറയാം. അങ്ങനെയുള്ളൊരു ജീവിതത്തെയാണ് വിശ്വാസത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാവോ, നമുക്ക് ചരിത്രത്തിലെ യേശുവിനെ അറിയുവാൻ നമുക്ക് ചരിത്രം പഠിച്ചാൽ മതി. നമുക്ക് വിശ്വാസം വേണ്ട. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യേശു ഒരു ചരിത്ര പുരുഷൻ കൂടിയാണ്. യേശു ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ്. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായിട്ട് തിരിച്ചു യേശുവിൻ്റെ ജനനം തന്നെ. അപ്പോൾ യേശു ചരിത്ര വ്യക്തിയായതുകൊണ്ട് ചരിത്രത്തിൽ ജീവിച്ച് ചരിത്രത്തിൽ മരിച്ച ആ യേശുവിനെ അറിയുവാൻ നമുക്ക് ചരിത്രം വായിച്ചാൽ മതി. നമുക്ക് യുക്തി മതി. നമുക്ക് വിശ്വാസം വേണമെന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഈ യേശുവിനെക്കുറിച്ച് ഇതാ അപ്പസ്തോലനായ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും ഞങ്ങൾ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അവ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് അവൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രസ്താവനയ്ക്ക്, ഈ വചനത്തിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ യേശുവിനെ ഈ അപ്പസ്തോലന്മാർ അവരെ കൈകൾ കൊണ്ട് തൊട്ടു, അവരവരെ കണ്ണുകൾ കൊണ്ട് കണ്ടു, അവരനുഭവിച്ചറിഞ്ഞു, അവർ ആ യേശുവിനെ കേട്ടു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ശിഷ്യന്മാർ യേശുവിനെ തൊടുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തു. അത് ചരിത്രത്തിലെ ഈ യേശുവാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ ആ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുകയാണ്, ആദി മുതൽ ഉണ്ടായിരുന്നതും. ഇതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ഇറങ്ങി വന്ന യേശു, ഞങ്ങളോടൊപ്പം വസിച്ച യേശു, ഞങ്ങൾ തൊട്ട യേശു, ഞങ്ങൾ കണ്ട യേശു, ഞങ്ങൾ കേട്ട് അനുഭവിച്ച ഈ യേശു ആദി മുതൽ ഉണ്ടായിരുന്നവനാണ് എന്നുള്ള ഈ വെളിപ്പെടുത്തൽ, ഇതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കാഴ്ചപ്പാട്, കാഴ്ച എന്ന് പറയുന്നത് ബാക്കി പറഞ്ഞ കാര്യങ്ങളാണ്. കാഴ്ച എന്തായിരുന്നു? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, അത് കാഴ്ചപ്പാടാണ്. ദൃശ്യമായ കണ്ണുകൊണ്ട് അവർ കണ്ടു, അവർ തൊട്ടു, അവരനുഭവിച്ചു, യേശുവിനോടൊപ്പം നടന്നു. അത് ദൃശ്യമായി ഇറങ്ങി വന്ന യേശുവിനെ ദൃശ്യമായ കണ്ണുകൊണ്ട് അപ്പസ്തോലന്മാർ കണ്ടതാണ്. എന്നാൽ അങ്ങനെ ഇറങ്ങി വന്ന യേശു അവൻ ആദിയിലേ ഉള്ളവനായിരുന്നു എന്ന് ഉള്ള ഈ വെളിപ്പാട്, ഈ തിരിച്ചറിവ്, ഇത് പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഹല്ലേലൂയ. ഇതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ഇതിനെയാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. സാധാരണ കണ്ണുകൊണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതല്ല ഇത്. ഈ ബാഹ്യമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ ദൃശ്യമായത് മാത്രം കാണുന്നുവെങ്കിൽ, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ കിട്ടും നമുക്ക്. അപ്പോൾ ഈ അപ്പസ്തോലന്, ഈ യോഹന്നാൻ പറയുകയാണ്, ഈ യേശു
ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട ഈശോ ഇത് സാധാരണ ഈശോയല്ല, ഇത് സാധാരണ യേശുവല്ല. ആദിയിലേ അനാദിയിലേ ലോകമുണ്ടാകുന്നതിന് മുൻപേ, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപേ, സകലത് ഉണ്ടാകുന്നതിന് മുൻപേ ആദിയിലേ ഉണ്ടായിരുന്നവൻ, ആദിയിലേ ജീവിച്ചിരുന്ന ആ ദൈവമാണ് ഈ യേശു എന്ന് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാഴ്ചയാലല്ല, ഈ വെളിപ്പാടിൽ വേണം നമ്മൾ ജീവിക്കാൻ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വെളിപ്പാടിൽ വേണം നാം ജീവിക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി തരണം. നമ്മൾ ദൃശ്യമായ യേശുവിനെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കണ്ട് യുക്തിയിലും ബുദ്ധിയിലും നമ്മൾ ജീവിക്കേണ്ടവരല്ല. നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് അളന്ന്, ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് സ്ഥലകാലങ്ങൾ മനസ്സിലാക്കി ആ മണ്ഡലത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഒരിക്കൽ ശിഷ്യന്മാർ തന്നെ ഒന്നിച്ചിരുന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പൊതുവായി ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാ എന്ന നിങ്ങളുടെ അഭിപ്രായം? ഒട്ടനെ ഓരോ ശിഷ്യന്മാർ പറഞ്ഞു, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാക്കാണ്. ഒരാൾ പറയുന്നു യോഹന്നാനെന്ന്, ഒരാൾ പറഞ്ഞു പ്രവാചകനെന്ന്, ഒരാൾ പറയുന്നു ഏലിയാവെന്ന്. ഇങ്ങനെ നാട്ടുകാർ പറയുന്ന ഇതെല്ലാം ശിഷ്യന്മാർ യേശുവിനെ നോക്കി പറഞ്ഞു. അപ്പോൾ നാട്ടുകാരുടെ ഒരു ഫീഡ്ബാക്ക് യേശുവിന് കിട്ടി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് ചാടി പെട്ടെന്ന് പറയുകയാണ്. എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാകുന്നു. ഉടൻ യേശു പത്രോസിനെ നോക്കി പറയുക, പത്രോസേ, ഇത് മാംസരക്തങ്ങളല്ല, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടായി നിനക്ക് നൽകിയതാണിത്. അത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെയോ യേശുവിനെയോ ആത്മീയ കാര്യങ്ങളോ ഒന്നും ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണേണ്ടതല്ല, അളക്കേണ്ടതല്ല. അല്ലെങ്കിൽ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടവരല്ല. കാഴ്ചയാൽ കാണുന്നത് മാത്രം ശരിയെന്ന് ധരിച്ച്, കാണുന്നത് മാത്രം സത്യമെന്ന് ധരിച്ച്, കാണുന്നതാണ് യാഥാർത്ഥ്യമെന്ന് ധരിച്ച് നമ്മൾ പോകേണ്ടവരല്ല. പിന്നെയോ വിശ്വാസത്താൽ, കാഴ്ചപ്പാടിനാൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. ഹല്ലേലൂയ. അപ്പോൾ കാഴ്ചയും കാഴ്ചപ്പാടും, ഈ കാഴ്ചപ്പാട് ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായത്. അതുകൊണ്ടാണ് പത്രോസിനെ നോക്കി പറഞ്ഞത്, ഇതാ നീ പാറയാകുന്നു, നീ പാറയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നിനക്ക് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തി തന്നത്. അങ്ങനെ പറഞ്ഞ ദൈവത്തിൻ്റെ സ്വരം സംസാരിച്ച ആ വ്യക്തിയോട് പത്രോസിനോട് പറയുക, ഇതിൻ്റെ മേൽ, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആദത്തെ ഏദൻ തോട്ടത്തിൽ ദൈവം നല്ലതെന്ന് കണ്ട പലതിനെയും ആദം നല്ലതെന്ന് കണ്ടില്ല. ദൈവം നല്ലത് എന്ന് കാണാത്ത അതിനെ ആദം നല്ലതെന്ന് കണ്ടു. ആദം നോക്കുമ്പോൾ നടുക്ക് നിൽക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷം, ആ വൃക്ഷത്തിലെ ഫലം കാണാൻ കൗതുകരകവും ആകർഷണീയവും
എന്നാൽ അത് തിന്നാൽ വളരെയധികം രുചികരവുമാണെന്ന് ഈ ആദാമിന് തോന്നി. അപ്പം ആദാമിൻ്റെ ദൃഷ്ടിയിൽ, ആദാമിൻ്റെ കാഴ്ചയിൽ, അല്ലെങ്കിൽ ഹവ്വായുടെ കാഴ്ചയിൽ, ഹവ്വ നോക്കിയപ്പോൾ ഈ പഴം തന്നെ കാണാൻ വളരെയധികം നല്ല സൗന്ദര്യമുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ പഴം തിന്നാൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും, എന്തൊരു രുചിയായിരിക്കും. മാത്രമല്ല, ഞാനിത് തിന്നാൽ ദൈവത്തെ പോലെ എനിക്കാകുകയും ചെയ്യാം. അപ്പോൾ ദൃശ്യമായ തൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ നോക്കിയപ്പോൾ അവന് കൗതുകരമായിട്ട് തോന്നി, ഭംഗിയുള്ളതായിട്ട് തോന്നി, ആസ്വാദ്യകരമായിട്ട് തോന്നി. ദൈവത്തെ പോലെ ആകാൻ സാധിക്കുമെന്ന് അവക്ക് തോന്നി. അപ്പോൾ ദൈവം മോശമായി കണ്ടതിനെ ആദാം അവൻ്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ നല്ലതായിട്ട് അവന് കാണാൻ പറ്റി. ഇതാണ് പ്രിയമുള്ളവരെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം ജഡപ്രകൃതിയിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പലതിനെയും, ലോകത്തിലുള്ള പലതിനെയും ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് തോന്നിയെന്നിരിക്കും, ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തോന്നിയെന്നിരിക്കും, വളരെ ആകർഷണീയമായിട്ട് തോന്നിയെന്നിരിക്കും. അതും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ തികയും, അതും കൂടി ഉള്ളെങ്കിൽ നല്ലതാണ്, ബെറ്ററാണ് എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ എല്ലാം ശരിയെന്ന് നമുക്ക് തോന്നും. പ്രിയമുള്ളവരെ, അതിനാൽ നാം ചെയ്യേണ്ടത്, നാം നമ്മുടെ ആത്മാവിൽ വേണം, ആത്മീയ കണ്ണുകൊണ്ട് വേണം എല്ലാത്തിനെയും കാണാൻ. ദൃശ്യമായതിനപ്പുറത്ത് അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണ്, ദൈവഹിതമെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ വെളിപ്പാട് നമുക്ക് കിട്ടണം. നമുക്ക് ഈ വെളിപ്പാട് കിട്ടിയാൽ മാത്രമേ ദൃശ്യമായതിനപ്പുറത്തെ ആത്മീയ കണ്ണുകൊണ്ട് നമുക്കത് കണ്ട് ശരിയായ തീരുമാനത്തിൽ, ശരിയായ വിശുദ്ധ വഴിയിലൂടെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ഭൂമിയിലുള്ള സ്ത്രീകളൊക്കെ സൗന്ദര്യമുള്ളവരാണെന്ന് കണ്ട്, അഴകുള്ളവരാണെന്ന് കണ്ട് മനുഷ്യപുത്രന്മാർ അല്ലെങ്കിൽ ദൈവപുത്രന്മാർ എന്തു ചെയ്തു? അവരവരെ എല്ലാം ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അപ്പോൾ ദൈവപുത്രന്മാരെന്ന് അഭിമാനിച്ചിരുന്ന ആ പുരുഷന്മാരൊക്കെ അവരുടെ ദൃശ്യമായ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഈ മനുഷ്യപുത്രന്മാരെല്ലാം സുന്ദരികളായിട്ട് അവർക്ക് തോന്നി. അതാണ് ദൃശ്യമായ കാഴ്ചയാലുള്ള അപകടം എന്ന് പറയുന്നത്. നമ്മുടെ ബാഹ്യമായ കണ്ണ് ദൃശ്യ ലോകത്തിലേക്ക് തുറന്നിരിക്കുമ്പോൾ എപ്പോഴും ജഡീകത മാത്രമേ, ഭൗതികത മാത്രമേ, ഇത് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ ആധ്യാത്മികത നമുക്ക് കാണാൻ, സ്പിരിച്വാലിറ്റി കാണാൻ നമുക്ക് പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യപുത്രിമാരെല്ലാം സുന്ദരികളാണെന്ന് ഇവരുടെ കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ അവർ കണ്ടു. അവരെല്ലാം ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അങ്ങനെയാണ് ആ കാലഘട്ടത്ത് ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ദുഷിച്ചു പോയാനായിട്ട് കാരണം ജലപ്രളയം വന്ന് ഈ വലിയ ജനക്കൂട്ടത്തെയാണ് ദൈവം നശിപ്പിച്ചു കളഞ്ഞത്. പറഞ്ഞു വന്നത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാഴ്ചയാൽ കാണുന്നതെല്ലാം ശരിയാകണമെന്നില്ല, സത്യമായിരിക്കണമെന്നില്ല, വിശുദ്ധമായിരിക്കണമെന്നില്ല, ദൈവഹിതമായിരിക്കണമെന്നില്ല.
അത് ദൈവ പദ്ധതിയായിരിക്കണമെന്നില്ല. ലോകപ്രകാരം മറ്റുള്ളവർ കാണുന്നത് പോലെ ആയിരിക്കും നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവയെ വിലയിരുത്തുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, നമ്മുടെ ഏത് കാര്യത്തിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പും ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ഭൗതികമായ അന്തരീക്ഷത്തിൽ നിന്ന്, ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുന്നത്, നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നത്, നമ്മൾ കണ്ടുകൂട്ടുന്നത്, നമ്മൾ പറയുന്നത്, നമ്മുടെ വാക്കും പ്രവൃത്തികളെല്ലാം പ്രിയമുള്ളവരെ ദൃശ്യമായ കാഴ്ചയിൽ നിന്നുള്ള അഭിപ്രായങ്ങളായി മാറാറില്ലേ? അത് വലിയ അപകടകരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇതാ ലോത്തും അബ്രഹാമും തമ്മിൽ വേർപിരിയുന്ന സമയത്ത് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് നീ പൊക്കോ, ഇഷ്ടമുള്ള സ്ഥലത്ത് നീ തിരഞ്ഞെടുത്ത് പൊക്കോ. അപ്പോൾ സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലം, കാനാൻ ദേശത്ത് ചേർന്ന് കിടക്കുന്ന സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലം വളരെ കർത്താവിൻ്റെ തോട്ടം പോലെയാണെന്ന് അവൻ കണ്ടോ? ഇതാണ് കാഴ്ചയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വാക്യം വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്, ഇത് കർത്താവിൻ്റെ തോട്ടം പോലെ എന്ന് അവൻ കണ്ടു. ജലപുഷ്ടിയുള്ള മണ്ണായിട്ട് അവൻ കണ്ടു. നല്ല പാലും തേനും ഒഴുകുന്ന സ്ഥലമായിട്ട് അവൻ കണ്ടു. അതാണ് ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നല്ലതല്ലാത്തതും നല്ലതായി നമുക്ക് തോന്നും. ഇത് വളരെ അപകടകരമാണ്. അപ്പോൾ കർത്താവിൻ്റെ ദേശമായിട്ട് തോട്ടമായിട്ട് കണ്ട സ്ഥലം അത് വെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പോയി അവിടെ പെരവെച്ച് താമസിച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ താമസിക്കാൻ പറ്റാതെ വന്നു, അവിടുന്ന് വലിഞ്ഞിറങ്ങേണ്ടി വന്നു. അവിടെയാണ് അഗ്നിയും ഗന്ധവും എഴിഞ്ഞ് തീ കത്തി ആ സ്ഥലം മുഴുവൻ കത്തിച്ചാമ്പലായി ചാവുകടലായിട്ട് മാറിയത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശബ്ദം കേൾക്കുന്നവരെ, നമ്മളെപ്പോഴും ദൃശ്യമായി കാണുന്ന സംഭവ വികാസങ്ങൾ വെച്ചുകൊണ്ട്, സംഭവം വെച്ചുകൊണ്ട്, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നും വെട്ടിപ്പിടിക്കാൻ പോകരുത്, തെരഞ്ഞെടുക്കാൻ പോകരുത്, സ്വീകരിക്കാൻ പോകരുത്. ദൃശ്യമായ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഭിപ്രായം പറയരുത്, വഴികൾ തിരഞ്ഞെടുക്കരുത്. പിന്നെയോ അതിനപ്പുറത്ത് കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കുന്നവരായി മാറണം. ഈ കാഴ്ചപ്പാട് ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ. നോക്കുക, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, അവിടെ ബാഹ്യമായ കണ്ണെല്ലാം തുറന്നായിരുന്നത്. യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. യേശു വേഷം മാറിയാണോ നടന്നത്? വേഷം മാറി ഒന്നും നടന്നില്ല. മീശയും താടിയും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള വസ്ത്രധാരണം അല്ലേ? നാളുകൾ മുമ്പ് ഇവരുടെ കൂടെ നടന്നപ്പോൾ ഉള്ള അതേ വസ്ത്രധാരണമായി ഉണ്ടായിരുന്നത്. ഇവരുടെ കൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവരുടെ കണ്ണ് തുറന്നായിരുന്നത്, അവരന്ധരായിരുന്നില്ല. പക്ഷേ എന്നാൽ പിന്നീട് പറയുകയാണ്, ഇതാ കർത്താവ് അവരുടെ കണ്ണ് തുറന്നു. കർത്താവ് അവരുടെ കണ്ണ് തുറന്നു. അതേത് കണ്ണാണ് തുറന്നത്? മൂന്നാമത് വേറൊരു കണ്ണുണ്ടായിരുന്നോ? വേറെ പുറമേ വേറെ ഒരു കണ്ണൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിനെയാണ് ആത്മീയ കണ്ണ്, ആന്തരിക കണ്ണ് എന്ന് പറയുന്നത്, വിശ്വാസത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതികമല്ലാത്ത മറ്റൊരു കണ്ണുണ്ട്, അതാണ് ആത്മീയ കണ്ണ്. അതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ ഇതുവരെ യാത്ര ചെയ്ത് ആരാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഞങ്ങളുടെ കൂടെ ആയിരുന്ന 3.5 വർഷക്കാലം കൂടെ വരുന്ന യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആമേൻ. സ്തേഫാനോസിനെ നോക്കുക. സ്തേഫാനോസിനെ ആ നാട്ടുകാർ മുഴുവൻ കല്ലെറിഞ്ഞ് അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ, കല്ലേറുകൊണ്ട് അവൻ നിലത്തോട്ട് വീണങ്ങനെ പടയുമ്പോൾ, സ്തേഫാനോസ് അവൻ കണ്ടത് നാട്ടുകാരെയല്ല. അവൻ്റെ കണ്ണൊക്കെ തുറന്നായിരുന്നത്. പക്ഷെ നാട്ടുകാരെ ആരെയും അവൻ കണ്ടില്ല, കല്ലെറിയുന്നവരെ നോക്കിയില്ല.
ഇതൊന്നും അവൻ കണ്ടില്ല. എന്നാൽ അവൻ കണ്ടു. അവൻ്റെ ആത്മീയ കണ്ടുകൊണ്ടൊരു കാഴ്ച കണ്ടു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഇതാ പുത്രനായ യേശു എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആയതിനാൽ കാഴ്ചയാൽ നമ്മൾ യാത്ര ചെയ്യാതെ, കാണുന്നത് മാത്രം വിശ്വസിക്കുകയും കാണുന്നതിനെ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്നവരായി മാറാതെ, കാഴ്ചപ്പാടിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. കാഴ്ചപ്പാടിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി, ദാഹിക്കുന്നവരായി മാറുക. നമ്മളെ പൂർണ്ണമായും നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഇവിടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ഈ ഇരു കരങ്ങളെയും ഉയർത്തി സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കണ്ണുകളെ തുറക്കണമേ. ഹാഗാറിന്റെ കണ്ണ് നീ തുറന്നല്ലോ, ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നല്ലോ, സ്തേവാനോസിന്റെ കണ്ണ് നീ തുറന്നല്ലോ, ഓ പൗലോസിന്റെ കണ്ണുകൾ നീ തുറന്നല്ലോ. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന, ഇത് കാണുന്ന ഓരോ മക്കളുടെ കണ്ണുകളെയും, ആത്മീയ കണ്ണുകളെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവേ, നീ ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിരാശകൾ, ദുഃഖങ്ങൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൊണ്ട് നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഇവർ യാത്ര ചെയ്യുന്നവരായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകത്തെ നിറയട്ടെ, പരിശുദ്ധാത്മാവിനായി നയിക്കപ്പെടട്ടെ. അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ മഹത്വം, കൃപ എല്ലാ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ആത്മാവിൽ യാത്ര ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെളിപ്പാടിലൂടെ ജീവിതം ഇതിൽ നയിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഘടനായി സ്തോത്രം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.